നിങ്ങൾക്കറിയില്ല ഹിമാലയൻ വാട്ടർ നമ്മൾ ലുലുവിൽ ചെന്നിട്ട് നിങ്ങൾ എറണാകുളത്ത് ലുലു മാളിൽ വാട്ടർ സെക്ഷനിൽ ചെല്ലും. അവിടെ ഹിമാലയത്തിന്റെ വാട്ടറിന് 100 റുപ്പീസ്, നമ്മുടെ നോർമൽ വാട്ടറിന് 20 രൂപ. അപ്പൊ നമ്മൾ 100 രൂപയുടെ വെള്ളം മേടിച്ച് നമ്മൾ കുടിക്കില്ല. അപ്പൊ അവിടുത്തെ വെള്ളം നമുക്ക് നേരിട്ട് കുടിക്കാനായിട്ട് എനിക്ക് പറ്റി. പക്ഷെ അത് പൊല്യൂട്ടഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. ഈ എവറസ്റ്റ് കയറുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബേസ് ക്യാമ്പിൽ നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും. ശരി, 8840 ക്ലിയർ ആയിട്ട് കാണാൻ നോക്കും. അപ്പൊ എനിക്കൊരു ആഗ്രഹം അത് അവിടെ നിന്ന് കാണണം. നമ്മളെ മരണ ജീവിക്കുന്ന നമ്മൾ ലോകത്തിൽ കുറച്ച് നാളുകളുള്ളൂ. അപ്പൊ നമുക്ക് അത് ഇപ്പത്തെ ആൾക്കാരെന്താ അറിയൂ, ഇപ്പത്തെ ആൾക്കാർ 60-70 വയസ്സ് വരെ നല്ല ഹാർഡ് വർക്ക് ചെയ്യും, കുറെ പൈസ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിറ്റത്തെ ദിവസം അവർ ഡൈ ആണ്, അവർ മരിച്ചു പോവാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് എനിക്ക് കോളേജുകളിലൊക്കെ പോയിട്ട്, സ്കൂള് കോളേജിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കണം ഒരു ആഗ്രഹം. ട്രക്കിങ്ങിനെ പറ്റി എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നമ്മുടെ നാട്ടിലെ ട്രക്കിങ്ങിലേക്ക് കൊണ്ട് നമ്മളിപ്പോൾ വയനാട്ടിൽ വന്ന ഇഷ്യൂസും കാര്യങ്ങളും അത് നമ്മുടെ പ്രകൃതിയുടെ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊതുവെ പ്രകൃതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല, അതിനെ സംരക്ഷിക്കണില്ല. അപ്പൊ എന്താ വിഷയം വെച്ചാൽ നമ്മളെ മരങ്ങൾ നശിപ്പിക്കുക. ആ നേരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമ്മുടെ ഏറ്റവും താഴെ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലാസ് ലെവൽ തൊട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ട്രെയിനിങ് കൊടുക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്നത് സർവൈവലിന് പ്രത്യേക ക്ലാസ്സുകൾ കൊടുക്കും. നമ്മൾ എന്ത് ദുരന്തം വന്നാലും പ്രത്യേക ട്രെയിനിങ്ങുകൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഒരു ദുരന്തം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നില്ല. ഒരു 10ാം ക്ലാസ് ഉള്ള കുട്ടിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയും. ഇപ്പൊ ഇവര് നല്ല ഗവൺമെന്റ് ഞാൻ പറയുന്നത് സൈക്കോളജിക്കലായിട്ട് കുറെ ട്രെയിനിങ് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കും. അവർക്ക് എന്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുറെ സൈക്കോളജിക്കലായിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം സൈക്കോളജി ക്ലാസ് അത് കൊടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ ഞാൻ പറയണത് നമ്മുടെ താഴെ നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ട് കോളേജ് ലെവൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞു ഈ കുട്ടികൾ തന്നെ വീട്ടിൽ പോയി ഇത് പറഞ്ഞ് വീട്ടുകാരും ബോധവാന്മാരായിരിക്കും. അപ്പൊ ജോബിൻ ചേട്ടൻ ഇപ്പോ അത്യാവശ്യം കുറച്ചൊക്കെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ മൗണ്ടൈൻസും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ അതിൽ അച്ചീവ് ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഏതാ? എനിക്ക് ഇപ്പൊ ടാൻസാനിയയിൽ ഞാൻ പോയെങ്കിലും അത് സബ്മിറ്റ് ട്രക്ക് ആണെങ്കിലും ഞാൻ എൻജോയ് ചെയ്തതും ഈ നേപ്പാളിലെ 2 ട്രക്കിംഗ് ആണ്. ഒന്നും മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് 5364 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നേച്ചർ ബ്യൂട്ടിയും അവിടുത്തെ ജനങ്ങളും പിന്നെ അവർ നല്ല മനുഷ്യരാണ്. അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ മൗണ്ടൻസ്, അവിടുത്തെ നേച്ചർ, അവിടുത്തെ പ്ലാന്റ്സ്. പിന്നെ ഞാൻ ഓൾറെഡി ചെടികളായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ ചാനൽ, എനിക്ക് ഈ ചെടികൾ എന്ന് പറഞ്ഞ ജീവനാ. അപ്പൊ അത് അവിടുത്തെ ചെടികൾ വളരെ എന്താ പറയാ യുനെസ്കോന്റെ ഹെറിറ്റേജ് സൈറ്റിൽ വരെയുള്ള അതുപോലത്തെ പ്ലാന്റ്സുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഫ്രൂട്ടുകൾ. പിന്നെ നമുക്ക് അവിടുത്തെ വാട്ടർ, നിങ്ങൾക്കറിയില്ല ഹിമാലയൻ വാട്ടർ നമ്മൾ ലുലുവിൽ ചെന്നിട്ട് നിങ്ങൾ എറണാകുളത്ത് ലുലു മാളിൽ വാട്ടർ സെക്ഷനിൽ ചെല്ലുക. അവിടെ ഹിമാലയത്തിന്റെ വാട്ടറിന് 100 റുപ്പീസാണ്, നമ്മുടെ നോർമൽ വാട്ടറിന് 20 രൂപ. അപ്പൊ നമ്മൾ 100 രൂപയുടെ വെള്ളം മേടിച്ച് നമ്മൾ കുടിക്കില്ല. അപ്പൊ അവിടുത്തെ വെള്ളം നമുക്ക് നേരിട്ട് കുടിക്കാനായിട്ട് എനിക്ക് പറ്റി. പക്ഷെ അത് പൊല്യൂട്ടഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചില സ്ഥലത്ത് വെള്ളം കുടിച്ചാൽ നമുക്ക് ഡയറിയോ വയറിളക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഭയങ്കരമായിട്ട് മലേറിയ അതുപോലെ തന്നെ അസുഖങ്ങൾ ഭയങ്കര പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു ട്രാവലിന്റെ ഇടയിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ജോബിൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? അതിന് ഞാൻ ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഭക്ഷണം കുറവായിരുന്നു. ഞാൻ ഭക്ഷണം വളരെ നമ്മുടെ വിശപ്പിന്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന രീതിയിലുള്ള ഭക്ഷണം. അല്ലാണ്ട് നമ്മളൊരു സ്ഥലത്ത് ചെന്നു എന്നാ അവിടെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ അത് മേടിച്ച് തിന്നരുത്. അത് തിന്നു വെച്ച് അവിടുത്തെ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് പിടിക്കില്ല. എന്നുവെച്ചാൽ അവിടുത്തെ മൗണ്ട് നമുക്ക് ട്രക്കിംഗ് ആണ് നമ്മുടെ പ്രധാനം. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം കാലത്ത് ഒരു 15 കിലോമീറ്ററോ 10 കിലോമീറ്റർ നടക്കണമെങ്കിൽ നമ്മൾ കണ്ടമാനം ഭക്ഷണം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇന്ന് വൈകുന്നേരം കണ്ടമാനം ഭക്ഷണം കഴിച്ചു, നിങ്ങളോട് 10 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ വയറ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥയിൽ തണുപ്പും ചൂട് ഇടകലർന്നതാണ്. അപ്പൊ ഡൈജഷൻ പെട്ടെന്ന് നടക്കില്ല. നമ്മുടെ നാട്ടിലെ പോലെ സുന്ദര കാലാവസ്ഥയല്ല അവിടെ. അപ്പൊ ഭക്ഷണം ഒന്നും ചിലപ്പോൾ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആവില്ല. എന്നുവെച്ചാൽ നമുക്ക് അവിടെ ഓടാനോ എക്സസൈസ് ചെയ്യാനോ അവിടെ അങ്ങനെ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുകയാണ്, ഓക്സിജന്റെ അളവ് കുറവാണ്. അപ്പൊ നമുക്ക് ഡൈജഷൻ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജന്റെ അളവ് കുറവാന്ന് പറഞ്ഞിട്ട് പറയാം. ശരിക്കും നമുക്ക് ഈ ഓക്സിജൻ ഒന്നും കിട്ടാണ്ട് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ജോബിൻ ചേട്ടനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോബിൻ ചേട്ടന്റെ മോട്ടീവ് എന്താണ്? ഇതൊക്കെ കയറാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, അതെന്താണ്? അല്ല, എനിക്ക് ട്രക്കിങ് മെയിൻ ആയിട്ട് എനിക്ക് ഇതിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ഷെയ്ഖസ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. ആളിപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ എവറസ്റ്റ് ചെയ്ത ആളാണ്. അപ്പൊ ആളിലൊക്കെ കണ്ടു. പിന്നെ ഞാൻ കുറെ മൗണ്ടനേഴ്സ് നമ്മുടെ ഫോറിൻ കൺട്രീസിലായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഈ എവറസ്റ്റ് കയറുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബേസ് ക്യാമ്പിൽ നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും. ശരിക്കും 8840 ക്ലിയർ ആയിട്ട് കാണാം നമുക്ക്. അപ്പൊ എനിക്കൊരു ആഗ്രഹം അത് അവിടെ നിന്ന് കാണണം.
നമ്മളെ ജീവിക്കും, നമ്മള് ലോകത്തിൽ കുറച്ച് നാളുകളുള്ളൂ. അപ്പൊ നമുക്ക് അത് ഇപ്പത്തെ ആൾക്കാരെന്ന് പറയും, ഇപ്പത്തെ ആൾക്കാർ 60-70 വയസ്സ് വരെ നല്ല ഹാർഡ് വർക്ക് ചെയ്യും, കുറെ പൈസ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പിറ്റത്തെ ദിവസം അവർ ഡൈ ആണ്, അവർ മരിച്ചു പോവാണ്. അപ്പൊ അവർക്ക് ജീവിതത്തിൽ കാണാൻ ഇഷ്ടപ്പെടാനോ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്ര ചെയ്യാനോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാനോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കൂടെ ട്രാവൽ ചെയ്യാനോ, അവരെ കല്യാണം കഴിക്കാനോ, അവരെ കൂടെ വൈബ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുന്നു, കുറെ സംഭരിച്ചു വെക്കും. നമ്മുടെ ഇന്ത്യൻസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കേരളത്തിന്റെ ആളുകൾ, നമ്മൾ പൈസ സംഭരിച്ചു വെക്കുകയാണ്, നമ്മൾ ലോകം കാണുന്നില്ല. ഞാൻ ഇത് വെളിയിൽ പോയപ്പോഴാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സംഗതികൾ ഇവിടെ ഉണ്ടെന്നും. ഞാൻ നമ്മുടെ നാട്ടിലെ ഈ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. നമുക്ക് പക്ഷെ എനിക്ക് ഇതിൽ വന്നതിലും ഇവിടെ വന്നതിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അപ്പൊ മുന്നോട്ടും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ട്രക്കിംഗ് ചെയ്യാനുള്ള ഒരു മൈൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ കിളിമഞ്ചാരോ ചെയ്യാൻ തന്നെ, ടാൻസാനിയയിൽ ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാര്യം അത് 7 സബ്മിറ്റുകളിൽ വെച്ചിട്ടുള്ള സബ്മിറ്റാണ്. എന്ന് വെച്ചാൽ 6 സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എവറസ്റ്റ് ഉണ്ട്, പിന്നെ ഡെനാലി ഉണ്ട്, വിൻസൺ ഉണ്ട്, പിന്നെ മൗണ്ട് എൽബ്രസ് ഉണ്ട്. അതൊക്കെ ഹാർഡ് ട്രക്കിങ്ങുകളാണ്. ഹാർഡ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിദുഷ്കര, പിന്നെ അതിന്റെ എക്സ്പെൻസ് 5 lakhs 10 lakhs ഒക്കെ, അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഉള്ളതിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും നമുക്ക് സാധാ ട്രക്കേഴ്സിന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതുമാണ് നമുക്ക് ഈ മൗണ്ട് കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോ ടോട്ടൽ നമുക്ക് 7 റൂട്ടുകൾ വരുന്നുണ്ട്. 7 റൂട്ടിൽ ഞാൻ മച്ചാമി റൂട്ട് എടുത്തത്, അതിൽ മറാങ്കു ഉണ്ട്, ലിമോഷി ഉണ്ട്, അങ്ങനെ 7 റൂട്ട് ഞാൻ മച്ചാമി എടുത്തത്. അതിൽ 72 കിലോമീറ്റർ ആണ് ടോട്ടൽ. ടീമായിട്ടല്ലേ പോയി? ഞാൻ ടീമായിട്ടാണ് പോയി. അപ്പോ ഈ ടീം എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ടീം എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് ഇന്നാവാൻ പറ്റുക? അതില് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ട്രക്കിംഗ് ഇത് കിളിമഞ്ചാരോ സ്റ്റാർട്ട് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരുണ്ട്, ഒന്ന് സൂരജ്, ഒന്ന് ഹാത്തിമ. അവരാണ് എന്നെ ഈ ട്രക്കിങ്ങിന്റെ കാര്യം പറയുന്നത്. പിന്നെ എന്റെ സുഹൃത്തായിട്ടുള്ള അസ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട്, അവനാണ് അത് പറയുന്നത്. ഇങ്ങനെ ഒരു ടീം അവർ ഫോം ചെയ്യുന്നുണ്ട്, നിനക്ക് ജോയിൻ ചെയ്യും. ഞാൻ ഈ ട്രക്കിങ്ങിന്റെ ഒരു താല്പര്യമായിട്ടും പ്രാന്തായിട്ട് നടക്കുകയാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ജോബിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിനക്ക് അവരെ കൂടെ. അങ്ങനെ ഞാൻ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യണേ. പക്ഷെ എനിക്ക് ഇവരെ മുൻകൂർ പരിചയങ്ങളൊന്നുമില്ല. ഞാൻ അവരെ ടീമിൽ കയറി അവരെ കൂടെ പോയി, വളരെ സക്സസ് ആയിട്ട് അവരും ട്രക്ക് ചെയ്തു, ഞാനും ട്രക്ക് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റി. അപ്പോ ടീം ഫോം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പ്രത്യേകത മൗണ്ടൻ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്ന പറയാം. നമ്മൾ ട്രക്കിങ് നമ്മൾ സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിച്ചു ആഗ്രഹിക്കുമ്പോൾ നമ്മളങ്ങനെ ആർജിച്ചെടുക്കും. ആ മൗണ്ടൻ നമ്മൾ അങ്ങോട്ട് പിടിച്ചു വലിക്കും നമ്മളെ. ഇപ്പൊ നമ്മൾ ടാൻസാനിയയിലേക്ക് കിളിമഞ്ചാരോ പോകണമെന്ന് ആഗ്രഹിച്ച, ഇപ്പൊ ചേട്ടൻ ആഗ്രഹിക്കണം, ചേട്ടൻ അത് പിടിച്ചു വലിക്കും. മൗണ്ടൻ കോളിംഗ് എന്ന് പറയും, നമ്മളെ വിളിക്കും. അപ്പൊ നമുക്ക് അതിനോട് പാഷൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പാഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മള് ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സസൈസുകൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം. നമ്മുടെ നാട്ടിലെ എക്സസൈസ് ഒക്കെ വളരെ കുറവാണ്, അത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്മോക്കിങ്, ഡ്രിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് പറ്റില്ല, ട്രക്കിങ്ങിന് പറ്റില്ല. അത് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നമുക്ക് ട്രക്കിംഗ് പകുതിയിലിട്ട് പോരേണ്ടി വരും. പിന്നെ നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റില്, ഹാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ, ECG എടുത്ത് നോക്കണം. ഇപ്പൊ ഞാൻ ഇതിന് പോണേറ്റ് മുന്നേ എക്സ്റേ എടുത്തു, ECG എടുത്തു. അതുപോലെ നമ്മൾ കിഡ്നി ഡിസീസോ നമുക്ക് സിവിയർ ആയിട്ട്, പിന്നെ നമ്മുടെ ഐസ് ഇമ്പോർട്ടന്റ്, നമ്മുടെ കാഴ്ച നിർബന്ധമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് ഇതൊക്കെ ഓക്കെ ആണുള്ള ആൾക്കാർ ട്രക്കിംഗ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ഞാൻ എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് എനിക്ക് കോളേജുകളിലൊക്കെ പോയിട്ട്, കോളേജിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കണം എന്നൊരു ആഗ്രഹമാണ് ട്രക്കിങ്ങിനെ പറ്റിയിട്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നമ്മുടെ നാട്ടിലെ ട്രക്കിങ്ങിലേക്ക് കൊണ്ടുവരാം. ഞാൻ അവരോട് ടാൻസാനിയ, നേപ്പാളിലേക്ക് പോകണമെന്നല്ല, നമ്മുടെ നാട്ടിലെ കുറച്ച് ട്രക്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. ഇപ്പോ ലൈഫിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ജോബിൻ ചേട്ടനും ചെയ്യാനായിട്ട് മുമ്പുള്ള ജോബിൻ ചേട്ടനും വ്യത്യാസം എന്താണ്? അതായത് ഇപ്പോ ലൈഫിലുള്ള കുറെ ചിന്താഗതികൾ മാറി എന്നൊക്കെ പലരും കുറെ ഹൈറ്റ്സ് കീഴടക്കിയതിനു ശേഷം പറഞ്ഞിട്ടുണ്ട്, വലിയ ആൾക്കാർ. അപ്പോ ജോബിൻ ചേട്ടൻ എന്താണ് തോന്നിയിട്ടുള്ളത്? അതായത് എന്റെ ലൈഫ് ഇതൊക്കെ കയറാനായിട്ട് മുമ്പ് ഇങ്ങനെയായിരുന്നു, കയറി കഴിഞ്ഞപ്പോ എന്റെ ലൈഫിൽ എന്റെ ചിന്താഗതികൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? അന്ന് ഞാൻ ട്രക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് മെന്റൽ സ്ട്രെങ്ത് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വന്നു, ഇവിടെ നാട്ടിലെ ചെറിയ ബിസിനസ്സും യൂട്യൂബ് ചാനലും വീഡിയോസ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സാധാ മനുഷ്യൻ. ഒരു നിസ്സാര കാര്യം പറഞ്ഞ പെട്ടെന്ന് ഇമോഷണൽ ആവുക, പെട്ടെന്ന് ഡെസ്പ് ആവുക. എനിക്ക് ആ മനുഷ്യനാണ് അങ്ങ് കയറി പോയത്. പക്ഷെ ട്രക്കിങ് കഴിഞ്ഞ് ഇത്രയും ട്രക്കിംഗ് ചെയ്തപ്പോ എനിക്ക് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ വൈസ്, ടോക്ക് വൈസ് ഞാൻ വളരെ ഇമ്പ്രൂവ് ആയി. അപ്പൊ ട്രക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് മെന്റലി ഈ പറഞ്ഞ എല്ലാത്തിലും അവർ സ്ട്രോങ് ആയിരിക്കും. ചങ്കൂറ്റം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ വയസ്സിലും അവർ ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു കാര്യം ചെയ്യണേറ്റ് മുന്നേ നമ്മളത് എല്ലാ വശങ്ങളും പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് ജമ്പ് ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് നാളെ നേപ്പാളിൽ പോവുക, നാളെ ടാൻസാനിയ. അത് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, പോണോണ്ട് തെറ്റൊന്നുമില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാ ട്രക്കിങ്ങും നമുക്ക് ഓപ്പൺ ആണ്, ലോകം മുഴുവൻ നമുക്ക് ഓപ്പൺ ആണ്. പക്ഷെ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ
തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യണം നിർബന്ധമായിട്ടും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, കേരള ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം, ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ യങ്സ്റ്റേഴ്സിന് വരുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ട്രക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അത് യങ്സ്റ്റേഴ്സ് തൊട്ട് 20 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെ ആര് ട്രക്ക് ചെയ്യാൻ വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ട ട്രക്കിംഗ് ടൂൾസ്, അവർക്ക് വേണ്ട ഗൈഡൻസ്, എങ്ങനെ പോകണം, എങ്ങനെ യാത്ര ചെയ്യണം, അതിന് പ്രത്യേക സെമിനാറുകൾ, ക്ലാസ്സുകൾ, സേഫ്റ്റി പ്രിക്കോഷൻസ്, ട്രക്കിംഗ് ഇൻഷുറൻസ്, ഇതിനൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു വിഭാഗം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമുക്ക് വളരെയധികം ദുരന്തം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ വയനാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇവിടെ മണ്ണിടിച്ചില് കാര്യങ്ങൾ ഇതൊക്കെ, അതായത് ഉറങ്ങി ഇരിക്കുമ്പോ ചാവുകയാണ്. അതെ അതെ, കാല് രണ്ടും മാറിപ്പോവുക, തല രണ്ടും മാറിപ്പോവുക, ബന്ധുക്കാര് അന്വേഷിക്കുക, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ, മരിച്ചോ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ട്രക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങുകയാണ്, ഇതിൽ ഞാൻ നോക്കണം എന്നുള്ളൊരു സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നു ചേരുകയാണ്. അപ്പോൾ അതിനെ പറ്റി ജോബിൻ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ആസ് എ ട്രാവലർ ജോബിൻ ചേട്ടൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ജോബിൻ ചേട്ടന് തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതായത് ഇതൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏത് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയണത് എന്താ പറയാ, എന്താ പറയണ്ടേന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണക്കൂട്ടുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. അതിനെപ്പറ്റി ആസ് എ ട്രാവലർ എന്താണ് ജോബിൻ ചേട്ടൻ? നമ്മളിപ്പോ വയനാട്ടിൽ വന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പ്രകൃതിയുടെ, നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊതുവെ പ്രകൃതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല, അതിനെ സംരക്ഷിക്കണമില്ല. അതിന് വേണ്ട നമ്മുടെ കേരള ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഈ മഴ വന്നു, ഉരുൾപൊട്ടി എന്ന് സംഭവിച്ചു എന്നാലും അതിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങളുണ്ടെന്ന്. എല്ലാവരും ആ സെർട്ടൺ പോയിന്റുമേ പിടിച്ചു നിൽക്കുക. ഉരുൾപൊട്ടി അതിന്റെ സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടാണ് കുറച്ച് പേര് മരിച്ചത്, അതല്ല, അതിന്റെ ബാക്കിലേക്ക് പോകണം. ഇതിനൊക്കെ നമ്മുടെ നാട്ടില് കുറേ നമ്മൾ ഒരിക്കലും അത് നിങ്ങൾ വെളിയിൽ യാത്ര ചെയ്യണം. നേപ്പാളിലോ അവരൊക്കെ അവരുടെ പ്രകൃതിനെ സംരക്ഷിക്കണം. ടാൻസാനിയയിലായിക്കോട്ടെ, നേപ്പാളിലായിക്കോട്ടെ, അവര് അവിടെ പ്രകൃതിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടില് പ്രകൃതിനെ നശിപ്പിക്കാന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട് പലതരത്തില്. അതിന്റെ തെളിവുകളാണ് അതിന്റെ ഓരോ മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ വയനാട്ടിൽ അത് നടന്നുകൊണ്ടോ അത് നാളെ വേറെ ജില്ലയിലും വരാം, എന്തു വേണി സംഭവിക്കാം. പക്ഷെ നമ്മൾ പ്രകൃതിനെ ഒരിക്കലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറയുന്നത്, അതെ അതെ, ആ സമയത്ത് തമിഴ്നാട്ടുകാർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ ഇവർക്കൊരു എന്തൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പാനിക് ആവണ്ട എന്നുള്ളൊരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ താമസിക്കുന്ന നമ്മുടെ നാട്ടില് നമുക്കൊരു സേഫ്റ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരിയാ. ആസ് എ ട്രാവലർ ഇപ്പോ ചേട്ടൻ എല്ലാ രാജ്യത്തും പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് ചേട്ടനോട് പറയാനുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ നാട്ടില് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കുറെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം ചേട്ടൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഇവിടെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയണ എന്താണ്, പട്ടാളം വരട്ടെ, പട്ടാളം വന്നിട്ട് ആൾക്കാർ എടുക്കട്ടെ എന്നൊക്കെ പറയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ജോബിൻ ചേട്ടന് തോന്നുകയാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. ഇപ്പൊ ട്രാവലേഴ്സ് ആണെങ്കിലും വീട്ടിൽ സമാധാനപരമായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും അവർക്കൊരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഹിൽ ക്ലൈംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്കൊരു പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. അതുപോലെ അറ്റ്ലീസ്റ്റ് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് എങ്കിലും ഒരു പരീക്ഷണം തരണ്ടേ? അതിനെപ്പറ്റി എന്താണ് ജോബിൻ ചേട്ടൻ്റെ അഭിപ്രായം? ഈ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇതില് ജോബിൻ ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആസ് എ ട്രാവലർ നമ്മൾ സർവൈവൽ സ്കില്ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാട്ടില് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്താണ് ജോബിൻ ചേട്ടന് തുറന്നു പറയാനുള്ളത്? അല്ല, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ വയനാട്ടിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതീവ ദുഃഖമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ തലം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, പ്രകൃതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് എറിഞ്ഞു കളയുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറെ പ്ലാസ്റ്റിക് എടുത്തിട്ടാണ് കത്തിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി പൊല്യൂട്ടഡ് ആക്കണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ പൊല്യൂട്ടഡ് ആക്കുക. നമ്മൾ വേസ്റ്റ് എറിയുക, നമ്മൾ എന്താ പറയാ, നമ്മളിപ്പോ ഇപ്പൊ നമ്മളിപ്പോ കാട്ടിലൊക്കെ ചെന്നപ്പോൾ ട്രക്കിങ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചില ആൾക്കാർ ഇവിടുന്ന് ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ നെല്ലിയാമ്പതിയിൽ ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒരാളിൽ ചെറിയൊരു കത്തിയുണ്ട്, അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പോകും. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ മരങ്ങൾ നശിപ്പിക്കുക. ആ നേരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഏറ്റവും താഴെ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലാസ് ലെവൽ തൊട്ട് തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്
സർവൈവലിന് പ്രത്യേക ക്ലാസ്സുകൾ കൊടുക്കണം. നമ്മൾ എന്ത് ദുരന്തം വന്നാലും പ്രത്യേക ട്രെയിനിങ്ങുകൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നില്ല. ഒരു 10ാം ക്ലാസ് ഉള്ള കുട്ടിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയില്ല. പെട്ടെന്നൊരു അസുഖം, ഒരു ആൾക്കൊരു പെട്ടെന്നൊരു ഇഷ്യൂ വന്നു, ഒരു സ്വിമ്മിങ് ഒരു ട്രെയിനിങ് ഇല്ല. നമുക്ക് പെട്ടെന്നൊരു ഇത് വന്നു, ഇഷ്യൂ വന്നു, അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് കയറാനുള്ള നമ്മുടെ നാട്ടിൽ ട്രെയിനിങ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു മെൻ്റൽ ഒരു ട്രെയിനിങ് ഉണ്ട്. മെൻ്റൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നാൽ അത് തരണം ചെയ്യാൻ നമ്മൾ ബേസ് ലെവലിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല. നമ്മൾ ഈ പുസ്തകത്തിലെ മറ്റേ തത്തമ്മയെ പൂച്ച പഠിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു സാധനം വരുമ്പോൾ നമ്മൾ ആകെ അന്തളിച്ച് പോകണം. ഇപ്പൊ ഇത്രയും ആൾക്കാർ മരിച്ചുപോയി, നമുക്ക് ഇതിൽ നിന്ന് കുറെ ആൾക്കാരെ സേവ് ചെയ്യായിരുന്നു. സേവ് ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എല്ലാം നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ പട്ടാളം വരട്ടെ അല്ലെങ്കിൽ അവർ വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ബേസ് ലെവലിൽ തന്നെ ചെയ്തു പോകുന്നില്ല. ഒരു ട്രെയിനിങ് കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവര് ഇന്നലെ ഗവൺമെന്റ് ഞാൻ പറയണ കേട്ടു, സൈക്കോളജിക്കലായിട്ട് കുറെ ട്രെയിനിങ് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുറെ സൈക്കോളജിക്കായിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം സൈക്കോളജി ക്ലാസ് അത് കൊടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മുടെ താഴെ നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ട് കോളേജ് ലെവൽ തൊട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ വീട്ടിൽ പോയി ഇത് പറഞ്ഞ് വീട്ടുകാരും ബോധവാന്മാരായിരിക്കും. നമുക്ക് ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യണം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇനിയും ദുരന്തങ്ങൾ വരാതിരിക്കാം. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയാണ്. നമ്മുടെ അറിയാലോ മലകളും പല ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാത്ത കാരണം ഇത് വന്നുകൊണ്ടിരിക്കുക. ഇനിയും വരാം. അടുത്ത കൊല്ലം ചിലപ്പോൾ വെള്ളപ്പൊക്കം വരും, ഉരുൾപൊട്ടുന്ന, അടുത്ത കൊല്ലം വേറെ സ്ഥലത്താണ് ഉരുൾപൊട്ടുക. ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് പ്രകൃതി അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ കുറച്ച് ഡൗൺ ആണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഡിസ്ട്രോയ് ചെയ്തിട്ടേക്ക് തന്നെയാണ് പൊതുവെ. അത് നമ്മൾ തന്നെയാണ്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം തന്നെ നശിപ്പിച്ചിട്ടാണ്. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. പുതിയ ചെടികൾ ഇപ്പൊ നമ്മുടെ ഫോറിനിലൊക്കെ നമ്മൾ ഗൾഫിൽ നമ്മൾ ഔട്ട് ഓഫ് യൂറോപ്പിലൊക്കെ പോയാൽ അവിടത്തെ ഇങ്ങനെ അറിയാം, അവിടെ നഴ്സറി തൊട്ട് തന്നെ അവർ ചെടികൾ നടാൻ പഠിപ്പിക്കുകയാണ്. അവിടെ ഒരു 5ാം ക്ലാസ് 10ാം ക്ലാസ്സിലുള്ള കുട്ടി പാസ് ഔട്ട് ആകുമ്പോൾ അവർ ഫസ്റ്റ് എയ്ഡിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഒരാളവിടെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കേണ്ട ട്രെയിനിങ് വരെ അവിടെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്സിലുള്ള കുട്ടിയോട് പോയിട്ട് ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറഞ്ഞാൽ അവർ എന്തുട്ടാൻ ചോദിക്കും. CPR കൊടുക്കാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മൾ കള്ളു കുടിച്ചെടുക്കുക മരിച്ചു പോട്ടെ വിചാരിക്കും. നമ്മൾ ഒരു ട്രെയിനിങ്ങും നമ്മുടെ നാട്ടിലില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രകൃതി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. പ്രകൃതിയായിട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ടതും പ്രകൃതിയുടെയും പിന്നെ വൃക്ഷങ്ങളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇത്ര ജീവജാലങ്ങളുണ്ട്, നമ്മുടെ ഇത്ര നാട്ടിൽ വൃക്ഷങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ക്ലൈമറ്റ് ഉണ്ട്. ഇതൊക്കെ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കണവർക്ക്. അല്ലാണ്ട് പുസ്തകത്തിൽ പഠിച്ചുകൊണ്ടൊന്നും നമുക്കിത് സംഭവം. അപ്പൊ കുറെ കിട്ടുമ്പോൾ ഈ കുട്ടികൾ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അത് വീട്ടുകാർ ഇവർ പറയും. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞതിൽ പകുതി ഒക്കെ ശരി തന്നെയാണ്, പകുതി തെറ്റാന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്താൽ കുറെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജോബിനായിട്ട് ഇത്രയും നേരം ഞങ്ങളുടെ അടുത്ത് വാദോരാതെ സംസാരിച്ചതിൽ ഞങ്ങൾ വളരെയധികം സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ഇനിയും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ജോബിൻ ചേട്ടൻ ഇങ്ങോട്ട് തന്നെ വരണം. അല്ല, അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു അവസരം സംസാരിക്കാന്നുള്ള ഒരു ചെറിയൊരു അവസരം തന്നില്ല, ഞാൻ താങ്ക് യു പറയണം. താങ്ക് യു. മൈ ചോയ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്തൊരു പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് ഹെനോക് ഹെൻട്രിയം signing off. My name is Jobin Jose. I am a mountaineer. This is my choice.